ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ അഞ്ജുമി ആൻഡ് അജു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്ത്രീകൾക്ക് ഏറ്റവും എളുപ്പത്തിലും ടേസ്റ്റി ആയിട്ട് എങ്ങനെ പൊറോട്ട ഉണ്ടാക്കാം നോക്കാം. അരക്കപ്പ് മൈദ, 1/4 ടീസ്പൂൺ ഉപ്പ്, 2 സ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ നെയ്യ് എന്നിവയാണ്. അപ്പോൾ കോഴിമുട്ട ചേർക്കുന്നത് നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പൊറോട്ടയും അതേപോലെ നമുക്ക് മാവും നല്ല സോഫ്റ്റായിട്ടിരിക്കും. അതേപോലെ പഞ്ചസാര ചേർക്കുന്നത് പൊറോട്ടയ്ക്കൊരു ബ്രൗൺ കളർ കിട്ടാനും മുരിമുരിപ്പിനും വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്ക് പാലും അതേപോലെ ചെറു ചൂടുവെള്ളം ഉപയോഗിച്ച് നല്ലപോലെ ഈ മാവ് കുഴച്ചെടുക്കാം. നമുക്കിനി മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ എണ്ണ ലേശം തൂയിട്ട് ഒരു നനഞ്ഞ തുണി, ഒരു കോട്ടൺ തുണി എടുത്തിട്ട് നമുക്ക് ഇതേപോലെ ഒരു 15 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം മാവ് നല്ല സോഫ്റ്റായിട്ടിരിക്കും. ഇനി ഒരു കത്തി വെച്ചിട്ട് ഇതേപോലെ മുറിച്ചെടുക്കാം. അതിനുശേഷം ഓരോ ബോൾ ഷേപ്പിലാക്കി വെക്കാം. എന്നിട്ട് എണ്ണ തൂയതിന് ശേഷം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം നമ്മൾ ആദ്യം ചെയ്ത് വെച്ച ബോൾ എടുത്തിട്ട് നമുക്ക് ഇതേപോലെ പരത്തിയെടുക്കാം. മൈദാപ്പൊടിയും കൂടെ ഒന്ന് തൂവി നമുക്കിതേപോലെ വീശിയടിക്കാം. ഇങ്ങനെ ചെയ്യാൻ അറിയാത്തവർക്ക് നന്നായിട്ട് എണ്ണ തൂവിയിട്ട് കൈ വെച്ചിട്ടോ കോയിൽ വെച്ചിട്ടോ പരത്തിയെടുക്കാവുന്നതാണ്. കുറച്ചും കൂടെ എണ്ണ തൂവിയിട്ട് ഇതേപോലെ നമുക്ക് കൈ വെച്ചൊന്ന് പരത്തി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു മോഡലാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇതേപോലെ വലിച്ച് നീട്ടി ഇതേപോലെ റോൾ ചെയ്തെടുക്കാം. രണ്ടാമത്തെ ടൈപ്പ് എന്ന് വെച്ചാൽ കത്തി വെച്ച് നമുക്ക് ഇതേപോലെ വരഞ്ഞു കൊടുക്കാം. ഇത് നമുക്കൊരു ലെയേഴ്സ് അധികമായിട്ട് കിട്ടും ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പം നൂൽ പൊറാട്ട എന്നൊക്കെ പറയാറില്ലേ, ആ ഒരു ടൈപ്പാണ്. അതിനുശേഷം നമുക്ക് ഇതേപോലെ നമ്മൾ ചുറ്റി വെച്ച മാവെടുത്തിട്ട് ഇതേപോലെ കൈവച്ച് നന്നായിട്ട് എണ്ണ തൂവിയതിന് ശേഷം പരത്തി. ഇപ്പോൾ ഫ്രൈ പാനിലിട്ട് നമുക്ക് 2 ഭാഗവും തിരിച്ചു മറിച്ചിട്ട് പൊള്ളിച്ചെടുക്കാം. അതിലേക്ക് ബട്ടറോ നെയ്യോ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ചൂടോട് കൂടി തന്നെ പൊറാട്ട അടിച്ച് എടുക്കാം ഇതേപോലെ. അപ്പോൾ നമ്മളുടെ ലെയേഴ്സും സോഫ്റ്റ് ആയിട്ടുള്ള പൊറാട്ട ഇവിടെ സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. വെരി സിമ്പിളാണ്. ഇതേപോലെ നിങ്ങളും ഉണ്ടാക്കി നോക്കൂ. എൻ്റെ ഈ പുതിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കല്ലേ. Thank you for watching.